വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മടങ്ങിയിട്ട് വാക്യം വായിക്കണം. അല്ല, വായിക്കണം, ഞാൻ വായിക്കാം. വായിച്ചു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രങ്ങളും അലച്ചെന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടോ എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവറായ നിന്റെ ശേഷിപ്പുടെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാം. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സദസ്സിൽ ഉണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവർ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അവയുടെ ഏറ്റവും കൂടെ ഭയപ്പെടുത്തിയൊരു വചനമായിരുന്നു. ഞാനത് ആദ്യമായിട്ട് വായിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ എന്റെ മനസ്സിലൊരു ഭീതി കയറി. കാരണം ഇതിനകത്ത് എഴുതിയേക്കുന്നൊരു വാക്ക് ജീവപുസ്തകത്തിൽ പേര് മായ്ച്ചു കളയാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവപുസ്തകത്തിൽ നമ്മുടെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അല്ല, എത്ര പേർക്ക് അറിയാതെ എനിക്കറിയത്തില്ല, അത് മായ്ച്ച് കളയാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പം നമ്മള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളായി മാറുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരും വിചാരം ഇത് സ്ഥിരമായിട്ട് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കും, ഇനി അതൊരു നാൾ വായിച്ചു കളയത്തില്ലെന്ന്. പക്ഷെ ഇവിടെ കൃത്യമായി ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ച കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്ന വാക്യങ്ങളാണ്. രാജാതിരാജൻ കർത്താവായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ആമേൻ 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 എന്ന പേരുള്ളവൻ ആരംഭം അവസാനമാണ്, അൽഫയും ഒമേഗയുമാണ് ദൈവം തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പുസ്തകത്തിൽ ജീവിതത്തിൽ മായ്ച്ചു കളയാത്ത എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും ഹല്ലേലൂയ അവന്റെ പേര് ഏറ്റു പറയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെയൊക്കെ ഓരോ ദിവസത്തെ ജീവിതം എത്രത്തോളം ഹല്ലേലൂയ ഭയത്തോടായിരിക്കണമെന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് നോക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്നത് നല്ലതാട്ടോ. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചിന്തയുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ സംതിങ്, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ എല്ലാവരും ഉള്ളിലുള്ളത് നമ്മൾ ഭയങ്കര വിശുദ്ധരാണ്, ബാക്കിയുള്ളവരെല്ലാം പാപികളാണ്, അശുദ്ധരാണ് എന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. ആ ചിന്ത അത്ര നല്ലതല്ല നമുക്ക്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, നമ്മൾ സംതിങ് ആണെന്ന് തോന്നുമ്പോഴാണ് നമ്മളെ തെറ്റിക്കാൻ പിശാചിന് ഏറ്റുള്ളൂ. ആമേൻ. ഇവിടെ കർത്താവ് ആദ്യം പറയുന്നേ, സദ്യസ്ഥല സഭയുടെ ദൂതൻ എഴുതുന്നത്. സദ്യസ്ഥല സഭയുടെ ദൂതൻ എഴുതുന്നത് സദ്യസ്ഥല സഭയുടെ ദൂതന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പല ആൾക്കാരും പറയാം, ഇത് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ലേ, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ലേ എന്ന്. പക്ഷെ അല്ല, ഇത് അവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടി എഴുതുകയാണെങ്കിൽ ഇത് വേദപുസ്തകമായിട്ട് നമുക്ക് കയ്യിലേക്ക് എത്തേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളോട് ഓരോരുത്തരോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അവിടെ എഴുതുക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് 7 നക്ഷത്രമുള്ള അരളിച്ചെന്ന്. അപ്പം ഇത് യോഹന്നാനല്ലേ അരളി ചെയ്യുന്നത്. ഇത് അരളി ചെയ്യുന്ന ആരാന്ന് കൃത്യമായിട്ട് പറയാം. ദൈവത്തിന്റെ ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ. യേശു കർത്താവിനെ കുറിച്ച് അവിടെ വർണ്ണിച്ചിരിക്കുന്ന 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് 7 രാജാമുണ്ട് ധരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ലീല സിസ്റ്റർ പ്രവൃത്തി എന്താന്ന് എനിക്കറിയത്തില്ല. വീണ സിസ്റ്റർക്ക് അറിയത്തില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ആരുടെയും പ്രവൃത്തി ആർക്കും അറിയത്തില്ല. നമ്മൾ പുറമേ കാണുന്ന എന്തൊക്കെയോ ഇവിടെയൊക്കെ അറിവ് കേട്ടും പറഞ്ഞൊക്കെ അറിയാം. പക്ഷെ കൃത്യമായി നമ്മുടെ പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ ഇരുട്ടത്ത് ചെയ്യുന്ന വെളിച്ചത്ത് ചെയ്യുന്നതും ഹല്ലേലൂയ ആരുടെയും മുമ്പിൽ ചെയ്യുന്ന മുമ്പിൽ അല്ലാത്തപ്പോൾ ചെയ്യുന്നത് കാണുകയും കാണാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി അറിയുന്ന ഒരുവനുണ്ട്. ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. എനിക്ക് കുറച്ചറിയാമെന്നല്ല പറഞ്ഞേക്കും, നമ്മളെ പൂർണ്ണതയോടെ അറിയുന്ന ദൈവം. നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരു ചിന്തകളെ പോലും വിവേചിച്ച് അത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് പോലും അറിയാം. ചില സമയത്തൊക്കെ അവൾ പറയാറുണ്ട്, ഹല്ലേലൂയ എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ പോലെ, പക്ഷെ കാര്യം എന്താണെന്ന് അറിയത്തില്ല അല്ലേ? നമുക്ക് പോലും അറിയത്തില്ല നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത അല്ലെ നമ്മുടെ തലയിൽ ഒരു ടെൻഷൻ കയറുമ്പോൾ അല്ലെ അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായി അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം.
ആമേൻ. അപ്പൊ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികൾ. അവനറിയാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ. അറിയണം. എന്നിട്ട് അടുത്തത് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. നമുക്കെല്ലാവർക്കും ജീവനുള്ളവരെന്ന് പേരുണ്ടല്ലേ? ഈ ശരീരം എഴുന്നേറ്റ് ലോകത്ത് നടക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഹല്ലേലൂയ ആ ശരീരത്തിലെ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും ജീവനുണ്ട്. ശ്വാസം നമ്മളിന്ന് പോകുമ്പോഴാണ് നമ്മളെ ജീവനില്ലാത്ത പിന്നെ മിനിയും മീനിയും ഒന്നുമല്ല ശവങ്ങളായി മാറും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ജീവൻ പോകുമ്പോഴാണ് നമ്മളെ ബോഡി അല്ലെങ്കിൽ ശവം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ജീവനുള്ളവനെന്ന് പേരുണ്ട്. എങ്കിലും നീ മരിച്ചവനാകുന്നു. എന്തുകൊണ്ടാ മരിച്ചവനാന്ന് പറയുന്നത്? അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ കർത്താവ് യേശുക്രിസ്തു കൃത്യമായിട്ട് അറിയാം. ആ പ്രവൃത്തി നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരുവന്റെ പ്രവൃത്തി അല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന മരണം ശാരീരിക മരണത്തെക്കുറിച്ചല്ല, ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ശാരീരികമായ മരണം നമ്മളെല്ലാവരും ജീവനുണ്ട്. രാവിലെ എഴുന്നേൽക്കും, ഉണർന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങും, പോയി പല്ല് തേക്കും, ഭക്ഷണം കഴിക്കും, എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പോയി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഇവിടെ കർത്താവ് കൃത്യമായി പറയും, ജീവനുള്ള പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു എന്ന് പറയുമ്പോ എവിടെയോ നമ്മളുടെ ജീവിതത്തിൽ ഒരു മരണം സംഭവിച്ചു കിടക്കുന്നുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഉണ്ട്. അപ്പൊ നമ്മൾ മരണം സംഭവിച്ചു കിടക്കുന്നെങ്കിൽ എന്ത് വേണമെന്ന് അവിടെ പറയുന്നത്? അവിടെ മരിച്ചെന്ന് എഴുതേക്കാനല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറയുന്നത് വെച്ചാൽ നീ മരിച്ചവനാകുന്നു, ഉണർന്നു കൊള്ളുക. മരണത്തെ ഉറക്കുമെന്ന് പറയാറുണ്ടല്ലേ? നമ്മൾ ഉറങ്ങുകയാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എവിടെയാണ് മരണപ്പെട്ടതെന്ന് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നെ കാണുമ്പം ഭയങ്കര അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ വചനധ്യാനമുണ്ട്, പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയോ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ പോകുക, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവം നമുക്കുണ്ട്. നമ്മൾ ഓരോ ദിവസവും കർത്താവ് ഹല്ലേലൂയ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് ദൈവം വെളിപ്പാടിലൂടെ, ദർശനത്തിലൊക്കെ നമ്മളോട് സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയൊക്കെയോ ഇനിയും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി വരാറുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ആയതിനു ശേഷം ഞാൻ പറയാ എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്കറിയത്തില്ല, ഒന്ന് ക്ലൈമറ്റിന്റെ ആണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് വിയർത്തൊഴുകി ഒരു പരുവാകും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ചൂട് അടുക്കളക്കകത്ത് ഫാൻ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. നമുക്ക് ഫാൻ ഇട്ടിട്ട് കുടിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ആയതുകൊണ്ടൊക്കെ നമുക്ക് അപ്പൊ ഇത് കഴിയുമ്പോ ഇങ്ങനെ ഒഴുകുമായിരിക്കും കേട്ടോ. അതിന്റെ നമ്മുടെ ശരീരം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വിയർക്കുന്നത് അപ്പൊ അത്ര നല്ലതല്ല, ഒരു തരത്തിൽ നല്ലതാണ്. പക്ഷേങ്കിലും അത് നമ്മുടെ ശരീരത്തെ ഭയങ്കര ക്ഷീണമുള്ളതാണ്. അത് മിക്കവാറും നമ്മൾ മെസ്സേജൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഒരു പ്രാർത്ഥനയൊക്കെ കേട്ട് കുറച്ച് നമ്മൾ അറിയാണ്ട് തൂങ്ങി അല്ലേ. കാരണം നമ്മൾ ഉറക്കിക്കളയും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മളൊരു യൂട്യൂബ് വീഡിയോ അല്ല ഒരു ടിവിയിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കാണുകയാണെങ്കിൽ നമ്മൾ അത്രയും ഉറങ്ങത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഉറങ്ങിപ്പോകും. പെട്ടെന്ന് നമ്മൾ ഉറങ്ങും. പെട്ടെന്ന് നമ്മൾ ക്ഷീണിതരായി. അപ്പൊ പലരും പറയും അത് പോരാട്ടം ഉള്ളത് കൊണ്ടാ, പൈശാചിക ബന്ധനം ഉള്ളത് കൊണ്ടാ, ഭൂതം ഉള്ളതുകൊണ്ടാ എന്നൊക്കെ അറിയാം. അതിനെക്കാട്ടിയൊക്കെ ഞാൻ പറയും ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഉറങ്ങുന്ന കാര്യം നമ്മുടെ ജഡത്തിന് ആത്മാവിന്റെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ നമ്മൾ ഉറക്കിക്കളയും, ക്ഷീണിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഹല്ലേലൂയ ആമേൻ രോഗശക്തിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് പുറത്തേക്ക് വരാൻ നോക്കാം. പക്ഷെ നമ്മൾ പറയുന്ന ജീവന്റെ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയും ചെയ്യും. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുകയാണെന്ന് നമ്മൾ ഉറക്കാൻ പറ്റത്തില്ല.
നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മൗനമായി ഇരിക്കണം, ആ സെക്കൻഡ് നമ്മൾ ഓർക്കും ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം റോമാലേഖനത്തിൽ കൃത്യമായി പറയുന്ന ആത്മാവിന് വിരോധം ആയിട്ട് ജഡത്തിന് വിരോധമായിട്ട് ആത്മാവും പോരാടിക്കൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം പിശാചുമായിട്ടല്ല. ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് നമ്മുടെ ജഡവുമായിട്ടാണ്. നമ്മൾ ഓരോ ദിവസം അതിനോട് പോരാടി ജയിക്കാൻ പഠിച്ച് നമ്മൾ അകത്തെ മനുഷ്യൻ ശക്തനായി മാറണം. ആ ശക്തനായി മാറുമെങ്കിൽ മനുഷ്യന്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ ജീവനുള്ളവൻ എന്ന പേര് വരും. നമുക്ക് എല്ലാവർക്കും ജീവനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ശ്വാസം വിടാൻ എടുക്കാനും വലിക്കാനും പറ്റുന്നുണ്ട്. ഇതിന് നടക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജീവനുണ്ടെന്നുള്ളതിന്റെ തെളിവാണത്. പക്ഷേങ്കിൽ നമ്മുടെ മനുഷ്യന് എത്രത്തോളം ജീവനുണ്ട്, അവരെത്രത്തോളം സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, എത്രത്തോളം യുദ്ധം ചെയ്യാൻ പ്രാപ്തനാണ്. അവൻ അന്ധകാര മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മുടെ ഈ ശരീരം വെച്ചിട്ടല്ല. നമ്മുടെ ഈ ബോഡി പിശാചിന്റെ വിഷയമേ അല്ല. അവൻ ഈസി ആയിട്ട് തന്നെ തകർത്ത് കളയാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനാണെങ്കിൽ അവൻ വിറയ്ക്കും. നമ്മുടെ മുമ്പിൽ വരാനും നിൽക്കാനും അടുത്ത് വരാൻ പോലും ഭയപ്പെടും. അപ്പൊ അപ്പോഴും പൈശാചിക ശക്തികളും നമ്മുടെ ജഡവും നോക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യനെ മരിപ്പിച്ചു കളയാൻ, ഉറക്കിക്കളയാനായിട്ട്. അകത്തെ മനുഷ്യൻ എങ്ങനെ മരിക്കും സിസ്റ്ററെ? അകത്തെ മനുഷ്യൻ മരിച്ചു പോകണം, മരിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരിക്കും, അല്ലെങ്കിൽ ഉറക്കാൻ പറ്റും. എങ്ങനെ ആയിരിക്കും അത് പറ്റുന്നത്? വചനം വായിക്കാതെ പ്രാർത്ഥിക്കാതെ. നമ്മൾ വചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ശരിയാണ്, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് പാപം ചെയ്യിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അകത്തെ മനുഷ്യനെ മരിപ്പിക്കാൻ പറ്റും, ഉറക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പാപം ചെയ്യാനായിട്ട് പ്രേരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ വചനമില്ലെങ്കിൽ ആ പാപം ചെയ്യും. നമ്മളിൽ വചനമില്ല, ദൈവഭയമില്ല, നമ്മളിൽ വചനമുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ വചനം നമ്മുടെ മുമ്പിൽ നിൽക്കും. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ വചനത്തെ കുറിച്ച് എനിക്കൊന്ന് ഹീബ്രൂസ് 4 തോന്നുന്നു. ഹീബ്രൂസ് 4 പിന്നെ 12 വാക്യം പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ഇരുവായത്തിൽ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സദ്യപക്ഷകളെയും വേർപെടുവിക്കരെ തുളച്ചു ചെല്ലുന്നതും പ്രേതത്തിൽ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലം അവന്റെ കണ്ണിന് മുമ്പ് വളർന്ന് നഗ്നവും മലർന്നുമായിട്ട് അവനുമായിട്ടാണ് നമുക്ക് കല. അപ്പൊ വചനത്തെ കുറിച്ച് പറയുന്നത് അത് ഇരുവായത്തുള്ള തലകൾ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള. അപ്പം ഡബിൾ സൈഡഡ് സോഡാണ് നമ്മുടെ വചനം. രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള വാളാണ്. ഹല്ലേലൂയ. അതെന്താ ചെയ്യുന്ന വെച്ചാൽ പ്രാണൻ, ആത്മാവ്, മജ്ജകൾ, ഇതിനെ മൂന്നിനെയും വേർപെടുവിക്കുമ്പോഴൊക്കെ ഇളച്ചു കയറിച്ച്. അപ്പൊ നമ്മളൊരു വചനം കേൾക്കുമ്പോൾ നമ്മൾ ആ വചനം കേൾക്കും, നമ്മളത് റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യും. നമുക്ക് അത്രേ അറിയത്തുള്ളൂ. ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജഡം എന്ന് പറയുന്നത് നമ്മുടെ ദേഹവും കൂടെ ചേരുന്നതാണ് ജഡം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനസ്സും ശരീരവും കൂടെ ചേരുമ്പോഴാണ് ദേഹി എന്ന് പറയുന്നത്. ആത്മാവ് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. ആത്മാവിലേക്കാണ് ഈ വചനം ചെല്ലുന്നത്. ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിനോടാണ് ഓരോ കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം, നേരായ വഴി നടക്കണം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് ഒരു സൈഡിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ ദേഹിയും ദേഹവും കൂടെ ഒന്നായി ചേർന്നാൽ മാത്രമേ ഒരു ജഡത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുക. ജഡം എന്ന് പറയാൻ പറ്റത്തുള്ളൂ.
നമ്മുടെ ഇച്ഛകൾ, വികാരങ്ങൾ, ചിന്തകൾ എല്ലാം വരുന്നത് ദേഹിയിലാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദേഹവുമായിട്ടാണ്. ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ്, ദേഹം അതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു പ്രവൃത്തിയിലേക്ക് വരികയുള്ളൂ. ഒരാൾക്ക് മദ്യപിക്കണമെന്ന് തോന്നുമ്പം മദ്യപിക്കാനുള്ള ഇഷ്ടം വരുന്നത്, ചിന്ത വരുന്നത് ദേഹിയിലാണ്. ദേഹിക്ക് പോയി മദ്യപിക്കാൻ പറ്റത്തില്ല. ദേഹി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ദേഹത്തോട് പറയും നമുക്ക് മദ്യപിക്കാമെന്ന് പറയും. അപ്പൊ ഇവർ രണ്ടുപേരെ ചേർന്നിട്ട് അത് ഒരു പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന്റെ വചനം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ദേഹിയും ഈ ദേഹത്തെയും തമ്മിൽ ഇടയ്ക്ക് കയറി അതിനെ വേർപെടുവിക്കും. ഹല്ലേലൂയ. ദേഹിയിൽ വരുന്ന ചിന്ത ദേഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ല, ശരീരത്തിനോട് പറഞ്ഞ് ശരീരമായിട്ട് ഒന്ന് ചേരാൻ നോക്കുന്നിടത്തേക്ക് ഇടയ്ക്ക് വാള് കയറും, വചനം കയറും, രണ്ടിനെയും തമ്മിൽ വേർപെടുവിക്കും. ഹല്ലേലൂയ. അപ്പോഴാണ് ആ പ്രവൃത്തി അവിടെ ആ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വചനം വെട്ടിമാറ്റും, വചനം അതിനെ മുറിച്ചു മാറ്റുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലോകപരമായ ചില കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ മനസ്സ് കണ്ണൊക്കെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പൊങ്ങി വരും. അപ്പോഴത്തേക്കും നമ്മുടെ ആത്മാവ് എന്താ നമ്മളോട് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അത് കേൾക്കും. അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ വചനം, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടാകണം. വചനം ഉണ്ടെങ്കിലേ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത വചനം എങ്ങനെ വന്ന് പ്രവർത്തിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ആരോടെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, അവൾ ഏത് രാജ്യത്ത് പോകുമ്പോഴും എനിക്കുള്ള ബലം എന്താന്ന് വെച്ചാൽ അവളുടെ ഉള്ളിൽ വചനമുണ്ട്, അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ വചനവും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിൽ അവൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് അവളോട് സംസാരിക്കും, വചനം അവളോട് സംസാരിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകത്തില്ല എന്ന് നമുക്ക് ഭയങ്കര ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് വിദേശത്ത് മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പലതും തെറ്റിപ്പോകുന്നതിന്റെ കാരണം വെച്ചാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഇല്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടുമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടും മുന്നേ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഒന്ന് ചൂടായാൽ പോലും അല്പസമയം വരുമ്പോൾ കഴിയുമ്പോൾ നമ്മളോട് വന്ന് സോറി പറയാനായിട്ട് അവർ പ്രേരിപ്പിക്കുന്നതിന്റെ കാര്യം യേശുപ്പച്ചൻ അവരോട് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുഞ്ഞുങ്ങൾ വചനം വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആത്മാഭിഷേകം പ്രാപിക്കുന്ന കാര്യത്തിൽ ആത്മാഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ, അവർ ആത്മാവിൽ നിരന്തരമായ അതിനെ ജ്വലിപ്പിക്കുന്നവരുമാകണം. ഇന്ന് ആൾക്കാരെ കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ മറ്റത് മറിച്ചത് പഠന ഭാരങ്ങളൊക്കെ തലയിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് മാറിപ്പോകും. ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ സ്കൂളിൽ കൊണ്ട് ഇരുത്തിയെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങളാരും വചനം നിറഞ്ഞവരാകത്തില്ല. അവർക്ക് എല്ലാത്തിനും ടൈം ടേബിൾ ഉണ്ട്. ഒരു ദിവസം അവർക്ക് എഴുന്നേൽക്കുന്ന സമയമുണ്ട്, സ്കൂളിൽ പോകാനായിട്ടുണ്ട്, ട്യൂഷന് പോകാനായിട്ട് സമയമുണ്ട്, പഠിക്കാൻ സമയമുണ്ടില്ല. പക്ഷെ അതിനോടൊപ്പം അതിനെക്കാട്ടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വചനം വായിക്കുവാനോ ആത്മാവിൽ പ്രാർത്ഥിക്കാനും ഒരു ടൈം ടേബിൾ നമ്മൾ വെക്കണം. ആർക്കൊരു സമയം അതിനുവേണ്ടി കണ്ടെത്താൻ നമ്മൾ കുഞ്ഞുനാളും പോലെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാൻ അത്രയും നമുക്ക് കുഞ്ഞുനാളും തുടങ്ങി അങ്ങനെ ശീലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് അടുത്ത സമയത്ത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അന്ന് എൻ്റെ മോളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ അഭിഷേകം പ്രാപിക്കണമെന്നായിരുന്നു. അഭിഷേകം പ്രാപിച്ച് എനിക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മ ഒരുവന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കും. ദിവസം ദിനം തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനായി വരും. നമ്മൾ വചനം ദൈവത്തിന്റെ വചനം വായിച്ചാൽ പോലും അതിന്റെ അകത്ത് ആഴത്തിൽ കിടക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ, എൻ്റെ റെവലേഷൻ അറിയാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഫാന്റെ കാറ്റടിച്ച് വായിച്ചൊന്ന് വചനമൊക്കെ മറന്നുപോയി. ഇവിടെ പറയുന്നത് നിനക്ക് ജീവനുള്ളവന്റെ പേരുണ്ടെങ്കിലും ജീവനുള്ളവന്റെ നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചതാണ്, ഉണർന്നു കൊടുക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പൊ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ മാത്രം പോരാ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കും. നമ്മൾ കിടക്കുന്ന പല ശേഷിപ്പും ചാവാറായി കിടക്കുക. കർത്താവ് നമ്മുടെ മേൽ പകർന്ന പലതും വീണ്ടും വേണം ജീവനില്ലാത്ത പോലിരിക്കുകയാണ്.
പക്ഷെ ചത്തോന്ന് ചോദിച്ചാൽ ഇല്ല, ചാകാറായി കിടക്കുക. നമ്മൾ പറയത്തില്ല ചില ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ വയ്യാണ്ട് കിടക്കുക, നമ്മൾ ചെന്ന് കാണാൻ പോകുമ്പോഴത്തില്ലോ ഇനി വലിയ രക്ഷയൊന്നുമില്ല, അത് ചാകാറായി, അല്പശ്വാസമൊക്കെ ഉള്ളൂ, ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നമ്മളെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത് ചാകാറായ ശേഷിപ്പുകൾ. ഹല്ലേലൂയ. എവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ ശേഷിപ്പുകളുണ്ട്, പക്ഷെ അതെല്ലാം ചാകാറായി കിടക്കും. അതിനെ ഈ പ്രഭാതത്തെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, ഉണർന്നു കൊള്ളുക, ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നീ മരിച്ചവരായി കിടക്കും. ജീവനുള്ള പേരേ ഉള്ളൂ, മരിച്ചവരുടെ കിടക്കുക, മരിച്ചവരാകുന്നു എന്ന് തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ ജീവനുണ്ടോ എന്ന് എങ്ങനെ വെളിപ്പെടുന്നത്? നമ്മളിൽ നിന്ന് ജീവന്റെ പ്രവൃത്തികൾ വരണം. എനിക്ക് ജീവനുണ്ട് സിസ്റ്റർ, ഞാൻ രാവിലെ എഴുതിട്ട് എപ്പോഴും ഒന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? അല്ല ഇവിടെ ഒന്ന് ഓൺലൈനിൽ കയറി സൂവിൽ കയറിയിരിക്കുന്നത് കാണുന്നില്ലേ? ഞാൻ ഇച്ചിരി വീട്ടിൽ ചായ ഉണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ അവിടുത്തെ ജോലിക്ക് പോകാനോ അല്ലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ജീവനുണ്ടോന്ന് പേരില്ല. ജീവനല്ലേ? ഞാൻ മരിച്ചിട്ടാണോ ഇരിക്കുന്നത് നമ്മളോട് ചോദിക്കാൻ വേണ്ടി. പക്ഷെ ആ ജീവനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഉണർന്ന് ജീവനുള്ള പേരുണ്ടെന്ന് നീ മരിച്ചു, ഉണർന്നുകൊള്ള ചാവറായ ശേഷിപ്പുകളെ ശക്തിയായിരിക്കും. നമുക്ക് ജീവനുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവൻ വെളിപ്പെടണം. ഏത് ജീവൻ വെളിപ്പെടണം? കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. യോഹന്നാൻ പറയുന്ന ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്, അത് മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ വെളിച്ചം നമ്മളിൽ നിന്ന് പുറപ്പെടണം. ആ വെളിച്ചം വ്യാപരിക്ക് എന്ത് സംഭവിക്കുക ചോദിച്ചാൽ, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ റൂമിൽ ലൈറ്റ് ഇട്ടാൽ വെളിച്ചം വ്യാപരിച്ച് ഇരുട്ടിനെ മാറ്റുന്ന പോലെ നമ്മൾ ഇരിക്കുന്ന ജീവൻ, ഹല്ലേലൂയ, നമ്മൾ ചെന്ന് നിൽക്കുന്നിടത്ത് അത് വ്യാപരിക്കുമ്പോൾ അവിടെയുള്ള അന്ധകാര മണ്ഡലങ്ങൾ നീങ്ങി മാറും, ഇരുട്ടിന്റെ ശക്തികൾ ഓടിപ്പോണം. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിറങ്ങി ഇന്ന് നമ്മളെ ഓരോരുത്തരും നോക്കിയിട്ട് പറയണം. ഹല്ലേലൂയ. നിങ്ങൾ എന്താ പറയാ? ആമേൻ. പട്ടണത്തിൽ ആ പട്ടണത്തിന്റെ മേലിരിക്കുന്ന വെളിച്ചമാ, വിളക്ക് തണ്ടുമേൽ വെക്കുന്ന വെളിച്ചമാ, പറയുന്നത് ഇരിക്കേണ്ടവരല്ല, അല്ലെ? ഒരു പട്ടണം പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കാനുള്ളവരാ നമ്മള്. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. എന്റെ പ്രവൃത്തി അറിയുന്ന നീ ജീവനുള്ളവന് പേരുണ്ടവരും മരിച്ചവനാകുന്നു. മരിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും ജീവൻ വെളിപ്പെടത്തില്ല. നമ്മളുടെ കിടക്കുന്ന ഹാലയിലെ ദൈവത്തിന്റെ മഹത്വമാണ് ആ ജീവൻ എന്ന് പറയുന്നത്. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഹാലയിലെ ആ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്, മഹത്വമാണ്. ആ മഹത്വം ഹാലയിലെ വന്നാൽ ഹാലയിലിയ ആ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ആ വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഹാലയിലിയ അന്ധകാര മണ്ഡലങ്ങൾ നീങ്ങി മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ തന്നെ ഹാലയിലെ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കും, ചില വിടുതലുകൾ സംഭവിക്കണം. ഹല്ലേലൂയ. ഇത്രത്തോളം ധൈര്യത്തോടുകൂടി നമുക്ക് ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാൽ അവിടെ ചവിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അന്ധകാര ശക്തികളെല്ലാം ഓടിപ്പോകും സിസ്റ്റർ, പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില വിടുതലുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേങ്കിൽ അങ്ങനെ ആയിരിക്കാനുള്ളവരല്ല നമ്മൾ. യേശു കർത്താവ് കടന്നു പോയിടത്തൊക്കെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. യേശു കർത്താവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ പോയിടത്തൊക്കെ എന്താ സംഭവിച്ചത്, അതിന് പിന്നാലെ വന്ന അപ്പോസ്തലന്മാർ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ എന്താ സംഭവിച്ചത് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ എപ്പോഴും പറയും, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് പ്രവൃത്തി എങ്ങനെയാ വെളിപ്പെടുന്നത്? നമ്മളിലൂടെ വെളിപ്പെടുന്നത്. അത് നമ്മളിലൂടെ വെളിപ്പെടാനിപ്പോ അവിടെ എന്താ സംഭവിച്ചെന്ന് ഹല്ലേലൂയ അത് വെറുതെ വായിച്ച് നമുക്കിങ്ങനെ സന്തോഷിക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്താനുള്ളത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവ് അപ്പോസ്തല പ്രവൃത്തി നിന്ന് പോയോ? അപ്പോസ്തല പ്രവൃത്തി ഇപ്പൊ എന്താ കാണാത്തത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മ പ്രവൃത്തി നിന്ന് പോയിട്ടുണ്ടോ? നിന്ന് പോകുമോ അത്? ഒരിക്കലുമില്ല. നിന്ന് പോകത്തില്ല. കാരണം ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം.
നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ മനസ്സ് ഇതെല്ലാം നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. നമ്മൾ നോക്കിയ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നീ മരിച്ചവനാകുന്നു, ഉണർന്നു കൊടുക്കുക. ഹലേ താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ പറയും ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള വചനമാണ് ഹലരിയ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ എന്താ പറയാ ജീവപുസ്തകത്തെ പേര് മായ്ച്ചുള്ളത് ഹലരി. അപ്പം താഴേക്ക് നമ്മൾ വായിക്കുമ്പം അടുത്തത്, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പൊ നമ്മൾ ചാക്കാറായവരാണ്, മരിച്ചവരാണ് എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ പ്രവൃത്തികളിൽ ഒരു പൂർണ്ണതയില്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ പ്രവൃത്തികൾ ഒരു പൂർണ്ണതയില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ രാവിലെ ചായ ഇടാനായിട്ട് കയറി, ഇത്തിരി വെള്ളം എടുത്ത് അടുപ്പയിൽ വെച്ചു, തേയില ഇട്ടെന്നിരുന്നോട്ടെ ഹാലെ, പിന്നെ പാല് ചേർക്കുകയോ പഞ്ചസാര ചേർക്കുകയോ അത് പകർന്ന് ഗ്ലാസ്സിലേക്ക് ഇടിക്കുകയോ ചെയ്യാതെ അവിടെ വെച്ചിട്ട് ചായ ആയെന്ന് പറഞ്ഞാൽ ചായയാവും. അത് കുടിക്കാനിരിക്കുന്ന മുമ്പിൽ അത് എത്തുവോ? നമ്മളത് പകർന്ന് ഗ്ലാസ്സിലെടുത്തല്ലേ കപ്പിലെടുത്ത് ഇരിക്കുന്നവർക്ക് കൊണ്ട് കൊടുത്ത് അവരുടെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് അവർക്കൊരു ചായ ഇട്ട് കൊടുത്തതിന്റെ പൂർണ്ണതയാകുന്നത്. കുക്ക് ചെയ്യാൻ കയറുമ്പം ഹാലിൽ എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് എന്തൊക്കെയോ എടുത്ത് വെച്ച് പാത്രത്തിലാക്കി പ്ലേറ്റിലാക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് പൂർത്തിയായോ? ഇല്ല. കഴിക്കാൻ പാകത്തിലായോ? അത് ഇല്ല. അപ്പൊ ഇവിടെയാണ്, അതുപോലെയാണ് ദൈവസന്നിധി നമ്മളെന്നാ ദൈവം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കാണുന്നത്. എന്താണ് ഈ പൂർണ്ണത എന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ കർത്താവേ ഞാനതാ പറയാം, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, നമ്മൾ എന്തായി തീരണം, എങ്ങനെയായി തീരണം, നമ്മൾ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചോദിക്കാറില്ല. ഇന്നലത്തെ വചനത്തിൽ ഞാനത് പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേര് ഓർക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട്. അപ്പൊ നമ്മളുടെ പ്രവൃത്തി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആയി തീർന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ എവിടെയൊക്കെ വാലും തലയും പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു പൂർണ്ണതയില്ല, കംപ്ലീറ്റ് ആകുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പൂർണ്ണതയില്ല, നമ്മുടെ വചനധ്യാനത്തിനൊരു പൂർണ്ണതയില്ല, നമ്മുടെ ആരാധനയ്ക്കൊരു പൂർണ്ണതയില്ല, നമ്മൾ ദൈവമായ ബന്ധത്തിനൊരു പൂർണ്ണതയില്ല, നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഒരു പൂർണ്ണതയില്ല. കുറച്ച് കാര്യങ്ങൾ ദൈവം പറയുന്ന കണക്കും കുറച്ച് കാര്യം നമ്മുടെ ഇഷ്ടത്തിനുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പൂർണ്ണതയില്ലാത്തതാണ്. ദൈവസന്നിധി പൂർണ്ണതയില്ലാത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മൾ പ്രാർത്ഥിക്കുമ്പം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് വചനം വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഇഷ്ടമില്ലാത്ത സമയത്ത് ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സകലം ചെയ്യുമ്പോൾ നമുക്കത് പൂർണ്ണതയുള്ളതെന്ന് ദൈവം പറയത്തില്ല. എപ്പോഴത് പൂർണ്ണതയുള്ളതാകുന്ന വെച്ചാൽ നമ്മൾ ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ക്രമീകരിക്കുമ്പോൾ അതിനൊരു പൂർണ്ണത വരുത്തും. ഒരിക്കലും നമ്മൾ സ്വയമേ നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും റൈറ്റ് പാത്തിലൂടെ നമുക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ നടത്തുവാനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്താൽ, ദൈവം നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്കൊരു പൂർണ്ണത വരുത്തും. ഹല്ലേലൂയ. നമ്മുടെ വീണ സിസ്റ്റർ ഇപ്പം 2-3 ദിവസം കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കയറാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒരു റീസൺ ഉണ്ട് അവിടെ. എന്താ? കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് മെസ്സേജ് ഇവിടെ വന്ന ശേഷം മെസ്സേജ് റെക്കോർഡ് ചെയ്യുകയോ പോസ്റ്റ് ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ. അതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് റീസൺ ഉണ്ട് അതിനൊക്കെ. പക്ഷെ ദൈവം പറയുമ്പം ദൈവത്തിന് അതൊന്നും പൂർണ്ണതയുള്ളതായിട്ട് ദൈവം കാണത്തില്ല. കാണാന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ക്രമീകരിക്കാൻ ദൈവത്തിന് പൂർണ്ണതയുള്ള പ്രവൃത്തിയല്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ക്രമീകരിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിനെ നമ്മൾ ക്രമീകരിക്കുക ചെയ്യും. പക്ഷേ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി ചെയ്തു. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കത് കഴിയാറില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്ന രീതിയിലാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ
നമ്മൾ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന, എല്ലാ ദിവസവും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ചിലപ്പോൾ ഉറങ്ങിപ്പോകും, ചിലപ്പോൾ വയ്യാഴി ഉണ്ടാവുമായിരിക്കും, ക്ഷീണം ഉണ്ടാവുമായിരിക്കും, ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എത്രയോ ആൾക്കാർ കൂടിയിരുന്ന പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. ഇപ്പം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ ആൾക്കാർ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ പല പല കാരണങ്ങളുണ്ട്. ഒരു കാരണമില്ലാതല്ല ആരും ജോയിൻ ചെയ്യാത്ത, എല്ലാവർക്കും കാരണങ്ങൾ പലതുമുണ്ട്. പക്ഷെ ഈ കാരണങ്ങൾ എന്ത് നമ്മൾ പറയുമ്പോഴും നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവം പറയുന്നത് പൂർണ്ണതയുള്ളതായില്ല. നമ്മളൊരു സഭാരാധന മുടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾക്ക് പറയാൻ 100 കാര്യങ്ങളുണ്ടാകും. പക്ഷെ അവിടെയും ദൈവം പറയും ഇതൊരു പൂർണ്ണതയുള്ളതല്ല. ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണതയുള്ളവരാകത്തില്ല. അവിടെ നമുക്ക് നമ്മളുടെ സ്വയം ന്യായീകരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോ. നമ്മൾ ഇതിലേക്ക് വന്നത് എങ്ങനെയെന്ന് ഓർക്കണം. നമ്മളിലേക്ക് ഒരു ആത്മ പകർച്ച നടന്നത് എങ്ങനെയെന്ന് ഓർക്കണം. പരിശുദ്ധന് അഭിഷേകം വന്നത് എങ്ങനെയെന്ന് ഓർക്കണം. ഇതെല്ലാം നമ്മൾ ഓർത്തിട്ട് മാനസാന്തരപ്പെടണം. കാരണം എന്തുകൊണ്ട് ഓർക്കാൻ പറയുന്നത്, ഇത് നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ പ്രയത്നം കൊണ്ടോ, നിന്റെ നീ ചെയ്ത നന്മ പ്രവൃത്തി കൊണ്ടോ നിനക്ക് ലഭിച്ചതല്ല. ഇത് സൗജന്യമായി നിനക്ക് ലഭിച്ചതാണ്. നീ കേട്ട് നീ പ്രാപിച്ചതൊന്നും വില കൊടുത്ത് വാങ്ങിച്ചതല്ല. ദൈവത്തിന്റെ ദാനമാണ് അതൊക്കെ. രക്ഷ നമുക്ക് ദൈവത്തിന്റെ ദാനമാണ്. കൃപയും കരുണയും നമ്മുടെ മേൽ വെളിപ്പെട്ടു. ഇത് ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മൾ വലിയ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ വിശുദ്ധരാണെന്ന് പറഞ്ഞ് നെഗളിച്ചുകൊണ്ട് നടക്കരുതെന്ന് ദൈവം പറയും. കാരണം ഇത് നിന്റെ കുടുംബസ്വത്തായിട്ട് നീ കാശ് കൊടുത്തോ, നിന്റെ പ്രവൃത്തി കൊണ്ടോ നീ ഒന്നും ചെയ്തിട്ടല്ല. നീ പോയിട്ട് മല കയറിയത് കൊണ്ടോ കിടന്ന് ഉരുണ്ടത് കൊണ്ടോ ഒന്നും കിട്ടിയതല്ല നിനക്കത്. ദൈവത്തിന്റെ മനസ്സലുവാണ് നമ്മുടെ മേൽ വെളിപ്പെട്ട്. ഇതോർത്ത് നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് വെച്ചാൽ ആകെ നീ പ്രാപിക്കുകയും കേൾക്കുക എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരം. നീ ഉണരാതിരുന്ന ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഉണരാതിരുന്നാൽ നമ്മൾ വിചാരിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വിചാരിക്കും അടുത്ത ആഴ്ചയിൽ ഫാസ്റ്റ് ചെയ്യണം, ഒന്നുകൂടെ ശരിയാകണം, അല്ലെങ്കിൽ അടുത്ത ദിവസം, അല്ലെങ്കിൽ പിന്നെ എന്നൊക്കെ നാളെ 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 നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടല്ലേ. ഹല്ലേലൂയ. എന്താ നാളെ നാളെ ചിന്തിക്കുക? നമുക്കറിയത്തില്ല അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിനോടൊപ്പം പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നമ്മളിപ്പം കർത്താവേ യേശുവേ വേഗം വരേണമേ എന്ന് പറഞ്ഞ സഭകളിൽ കഴിയുന്ന ഇപ്പൊ എല്ലാവരും കർത്താവ് യേശുവേ വരേണമെന്നേ പറയത്തുള്ളൂ. വേഗം വരേണമെന്ന് ആരും പറയത്തില്ല. കാരണം കർത്താവ് യേശു വേഗം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല, കുറച്ച് സമയം കൂടെ കിട്ടിക്കോട്ടെ എന്നോർത്ത കർത്താവ് നീ വരണമേ എന്ന് മാത്രമേ പറയത്തില്ല. എപ്പോ വരണം? വേഗം ഒന്നും വരണ്ട, സാവധാനമൊക്കെ വന്നാൽ മതി. ഞങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിപ്പെടട്ടെ, ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഹല്ലേലൂയ, ആമേൻ. പണ്ടൊരു ദേവദാസൻ പറഞ്ഞ പോലെ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്നവർ ചിലര് അവിടെ കിടന്ന് ഉറങ്ങുന്നവരുണ്ടാവും, ചിലത് പ്ലാറ്റ്ഫോമിലെ കസേരയിലൊക്കെ ഇരുന്ന് കഥ പറയുന്നവരുണ്ടാവും, ചിലരാണെങ്കിൽ പെട്ടിയൊക്കെ എടുത്ത് ആ പ്ലാറ്റ്ഫോമിൽ അവിടെ ട്രെയിൻ ഇങ്ങനെ കയറാൻ തയ്യാറായി വരുന്നോ എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തില്ല? കിടന്നുറങ്ങുന്നവരാണോ? കുറച്ചുകൂടെ കഴിഞ്ഞൊക്കെ വരുമ്പോൾ കാത്തിരിക്കുന്നവരാണോ? ഒരു കൂട്ടരെ ഇപ്പോഴൊന്നും വരത്തില്ല, ഒരു കൂട്ടരെ കുറച്ചാളൂടെ ഒക്കെ കഴിയും വരാനായിട്ട്. അതോ കർത്താവ് ഇന്ന് വരും, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്? ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മേൽ പകർന്നത് നമുക്ക് തന്നത് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഓർക്കാം. ഞാൻ എപ്പോഴും എനിക്കൊരു യോഗ്യത ഉണ്ടായിരുന്നില്ല, എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല, ഒരു യോഗ്യതയും പറയണില്ല. ഹല്ലേലൂയ. നമ്മുടെ പാട്ടുകൾ എഴുതിയതിനെ കുറിച്ചും പാട്ടിന്റെ ലിറിക്സ് ഒക്കെ കേട്ട ആൾക്കാർ അയ്യോ നല്ല ലിറിക്സ് ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും മോനെ നമുക്കൊരു യോഗ്യത അതിനകത്ത് പറയാനില്ല. ദൈവം കരുണ തോന്നി, കൃപ തോന്നി. ഹല്ലേലൂയ. എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. കാരണം കലാപരം ഒരു കഴിവ് അടുത്തൂടെ പോലും പോയിട്ടില്ലാതെ നമുക്ക് ആ ഭാഗ്യം ദൈവം തന്നതാണ്.
അതിലൊന്നും നമുക്കൊരു വിഷയമില്ല. ഇവിടെ പറയുന്നത് ആമേ നീ കേൾക്കിയാൽ പ്രാപിക്കുകയും കേൾക്കുന്നത് എങ്ങനെയെന്ന് ഓർത്തത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മൾ കുറെ മരണം കേട്ടല്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വല്ലതുമാണ്. 33 വയസ്സ്, 38 വയസ്സ്, 22 വയസ്സ്, 40 വയസ്സ്, 43 വയസ്സ്, 40, അതൊക്കെ വളരെ സഡൻ ഡെത്തുകൾ നമ്മൾ കുറെ കണ്ടു. കുറെ കേട്ടെ, ആക്സിഡന്റ് ആകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, മറ്റു പല രോഗമാകട്ടെ. പക്ഷെ അപ്പൊ അവിടെയൊക്കെ ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന്, എന്റെ മേൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാളെ ചില കാര്യങ്ങൾ ചെയ്യാതെ വിചാരിച്ചിരിക്കുന്നു. നാളെ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നിനക്ക് ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് അറിയാത്തോണ്ട് എന്ത് വേണം? ഉണർന്നിരിക്കണം നമ്മൾ എപ്പോഴും. കർത്താവ് ഏത് നാഴികയ്ക്കാണ് വരുന്നത്. നമ്മളെ ചേർക്കാൻ വരുന്നത് മാത്രമല്ല, നമ്മളെ ഈ ഭൂമിയിലെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടാന്നതും ഏത് നാഴികയ്ക്കാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ കർത്താവിന്റെ വരവ് ഏത് നാഴികയ്ക്കാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ കാഹളശബ്ദം കേൾക്കുന്ന അറിയത്തില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുന്ന എപ്പോഴാണ് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല ദൈവദാസന്മാരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, ചെറിയ പ്രായത്തിൽ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു നമ്മുടെ ബസ് അപകടത്തിൽ മരിച്ച അഞ്ജലി പോൾ. അഞ്ജലി പോളിന്റെ പ്രസംഗം അന്നും അവിടെ ലൈവിൽ കാണുന്ന പ്രസംഗം കേട്ടിരുന്ന ആളാണ് ഞാൻ. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ ഇഷ്ടം നെക്സ്റ്റ് മോർണിംഗ് ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടത്. അപ്പൊ അത്ര കത്തി നിന്ന് ശക്തമായ ബെഥേലേജിയിൽ ശുശ്രൂഷിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിലാണ് അവർ മരണപ്പെട്ടത്. ഒരു ആക്സിഡന്റ് രൂപത്തിൽ എത്തിയ ചെയ്ത് അങ്ങ് പോയി. അപ്പൊ പിറ്റേ ദിവസം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത ഡേറ്റുകളായിരിക്കും മീറ്റിങ്ങിന്റെ ഡേറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെ, ശുശ്രൂഷയ്ക്ക് കൊടുത്ത ഡേറ്റ് അതുപോലും പൂർത്തിയാക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഏത് നാഴികയ്ക്ക് വരുമെന്ന് അറിയുന്നില്ല. നമ്മളൊക്കെ പറയാം നമ്മുടെ മേൽ ഒത്തിരി വാക്തത്വം ഒക്കെ ഉണ്ട്, നമ്മുടെ മേൽ ഒത്തിരി നമ്മൾ ഇനി ഒത്തിരി കാര്യം ചെയ്യാനൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് വിളിച്ച അപ്പം അങ്ങ് പോക്കണം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഏത് നാഴികയ്ക്ക് നീ ഉണരാതെ ഞാൻ കള്ളനെ പോലെ വരുമെന്ന്, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അടുത്ത പറയുന്ന വെച്ചാൽ എങ്കിൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സദസ്സ് അവർ യോഗ്യന്മാരാകെ വെള്ളം തിരിച്ചും എന്നോട് കൂടെ. അപ്പം ഉടുപ്പ് മലിനമാകാത്ത, അപ്പൊ നമ്മൾ യോഗ്യന്മാരല്ലാതിരിക്കുമ്പം നമ്മൾ ഉണരാതിരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറഞ്ഞ ഉടുപ്പ് മലിനമല്ലാത്തവർ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഉടുപ്പ് മലിനമായി പോകാനായിട്ട് ചിലപ്പോൾ കാരണമാകും അതൊക്കെ. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വെള്ളയുടുപ്പ്, നമ്മൾ വെള്ളയും വിട്ടിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ദൈവം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ പാപങ്ങളെ പോക്കിയിട്ട് നമ്മളൊരു വെള്ള ഉടുപ്പ് ധരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധിയെ കാണിക്കുന്നത്. അത് മലിനമായി പോകാൻ ചാൻസ് ഉണ്ട്. എന്താ? നമ്മൾ ഉണരാതിരുന്നാൽ. നമ്മൾ ദൈവത്തിന്റെ ആമേ ദൈവം പകർന്ന അനുസരിച്ച് നമ്മൾ ചത്ത് കിടക്കുന്ന രീതിയിൽ ചാകുന്നവരിടയിൽ കിടന്നാൽ നമ്മൾ അഴുക്ക് പിടിച്ചവരിടയിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചാൽ നമ്മുടെ വിശുദ്ധി കളങ്കപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് പറയുന്നത് ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുടെ. അപ്പൊ നമുക്ക് ഉടുപ്പും മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ ഉടുപ്പ്. അപ്പൊ അവിടെ പറഞ്ഞ വല്ല മാത്രമേ അവർ യോഗ്യന്മാരാകെ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. അപ്പൊ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന വെള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വെള്ള വസ്ത്രത്തെ കുറിച്ചല്ല, നമ്മുടെ വിശുദ്ധിയെ കുറിച്ച് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ശരീരങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധാത്മാവിന് അശുദ്ധിയുള്ള ശരീരത്തിൽ കയറി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അശുദ്ധിയുള്ള ശരീരത്തെ ഉപയോഗിക്കാൻ ദൈവാത്മാവ് പറ്റത്തില്ല. ദൈവാത്മാവ് തന്നെ എന്നോട് പറഞ്ഞ ഞാൻ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. പത്രോസിന്റെ പോയി വ്യാജം പറഞ്ഞ അനന്യാസും സഭയിലും മരിച്ചു വീണില്ല, ഇന്ന് എന്തുകൊണ്ട് അതുപോലെ കാണുന്നില്ല? ഇന്ന് എന്തോരം ആൾക്കാരെ വ്യാജം പറയുന്നത്, പുൽപ്പറ്റി പോലെ കയറി നിന്ന് വ്യാജം പറയാൻ മടി കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അതുപോലെ പരിവർത്തിക്കാൻ പറ്റിയ ഒരു ശരീരം ഇല്ല ഈ ഭൂമിയിൽ.
കാരണം വിശുദ്ധിയോടുകൂടി അതുപോലെ ഹാലേലി ആമീൻ ആമീൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് എന്ന് പറയുമ്പോഴും അല്ലെ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചു എന്ന് പറയുമ്പോഴും അല്ലെ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലായ്മയുണ്ട്. എവിടെയൊക്കെ കളങ്കം കിടക്കുന്നു. നമ്മുടെ ഓരോരുത്തരും കാര്യം ഞാൻ പറയുന്നല്ല, മറ്റു കുറച്ച് ദേവദാസന്മാരുടെ കാര്യമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇന്ന് നമ്മുടെ ശരീരത്തെ അല്ലെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ പരിശുദ്ധൻ അതിനെക്കാട്ടി അധികം പ്രവർത്തിക്കും. പത്രോസിന് നിഴല് തട്ടി രോഗികൾ സൗഖ്യമായെന്നാ. നമ്മുടെ നിഴല് തട്ടിയ ഒരു പൂച്ച പോലും ഓടിപ്പോത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാ നമ്മൾ അതുപോലെ നമ്മൾ നമ്മുടെ വെള്ള ഉടുപ്പ അല്ല, വെള്ള ഉടുപ്പിൽ എവിടെയൊക്കെയോ ഹല്ലേലൂയ നമ്മൾ പുറമെ ഒരു വെള്ള എടുത്തിട്ടത് കൊണ്ട് വെള്ള ഉടുപ്പാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുണ്ടെന്ന് അതിന്റെ അർത്ഥം. വെള്ളയുടുപ്പ് എനിക്ക് എന്റെ കൂടെ നടക്കുമെന്ന് പറഞ്ഞു അല്ലെ, വെള്ളയുടുപ്പ് ഹാലിൽ പറയാം നമ്മുടെ ആത്മാവിന്റെ ഹാലിൽ നമ്മുടെ ആമയെ വിശുദ്ധിയെ കാണിക്കുന്നു അല്ലെ. നമ്മൾ വിശുദ്ധന്മാരല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അത് അമ്മ അതുപോലെ പ്രവർത്തിക്കാത്തത്. അങ്ങനെയുള്ളവരെ എന്താ പറയാ, എന്റെ ആലയത്തിന്റെ അവർ യോഗ്യന്മാരെ വെള്ള ധരിച്ച് എന്നോട് കൂടെ ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ് ധരിക്കുക, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ അവന്റെ പേർ ഏറ്റു പറയും. അപ്പം വെള്ളയുടുപ്പ് ധരിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ എഴുതിയ പേര് പയ്യെ മായ്ച്ചു. പണ്ടൊക്കെ നമ്മൾ സ്റ്റേറ്റിലൊക്കെ എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ മായ്ച്ചു കളയുമായിരുന്നു. അതുപോലെ ജീവപുസ്തകത്തിൽ എഴുതിയ പേര് മായ്ച്ചു കളയും. ഈ വചനം വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വേണം, ഭയം വേണം. നമ്മളൊക്കെ ഒരു കൂളായിട്ട് ന്യൂട്രലൊക്കെ പോവുക. കാരണം വെച്ചാൽ എന്തായാലും എഴുതിയതാട്ടോ, ഇനി വായിക്കത്തൊന്നുമില്ല. കർത്താവൊക്കെ ഞാൻ എഴുതിയെന്ന് കർത്താവിന് കുരിശിന്റെ മേൽ തൂക്കുന്ന പീലാത്തോസ് പറഞ്ഞ കണക്ക് എഴുതി ഇനി വായിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞ പോലൊന്നും അല്ല. ഇവിടെ പറഞ്ഞേക്കുന്ന എഴുതിയത് മായ്ച്ചു കളയുമെന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എന്താ പിന്നെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു അഹങ്കാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഹാലിലെ ചില ഇതൊന്നും ദൈവം മറ്റുള്ളവരാരുടെ മുമ്പിൽ വെളിപ്പെടുത്തത്തില്ല. നമ്മൾ അതുകൊണ്ടൊക്കെ സേഫായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. ഞാൻ പറയുന്ന പരിശുദ്ധാത്മാവിലൂടെ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളിലുള്ള കുറവുകളൊക്കെ ദൈവം ഒന്ന് വിളിച്ചു പറയിപ്പിച്ചിരുന്നെങ്കിലോ നമുക്ക് ആരെങ്കിലും മൂത്ത് നോക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. കാരണം ദൈവത്തിന്റെ കരുണയാ അത് വരും. പക്ഷെ വേറെ ആൾ വിളിച്ചു പറയട്ടെ, പിശാച് കേട്ടോ. പക്ഷേങ്കിൽ അവിടെയും ദൈവം അനുവദിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് സംസാരിക്കും. മറ്റുള്ളവരോട് സംസാരിപ്പിക്കും. ഈ സ്വഭാവം മാറ്റിക്കളയണം, ഇത് നിനക്ക് നല്ലതല്ല, ഇതിൽ നീ പോയാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എത്തത്തില്ല, നീ വഴി വീണു പോകും, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവാത്മാവ് ആലോചന പറയുമ്പോൾ ചില അടയാളങ്ങളൊക്കെ മാത്രം പറയും. അപ്പൊ അവര് തന്നെ ചോദിക്കും, ആന്റി എന്താ അതങ്ങനെ, അല്ലെങ്കിൽ എന്താ സിസ്റ്റർ ചെയ്ത്? ഞാൻ പറയാം, അത് ദൈവത്തോട് നിങ്ങൾ തന്നെ ചോദിക്കണം, അത് എന്നോട് ദൈവം ഒരിക്കലും പറയത്തില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം അത് കേൾക്കുന്ന അവർക്ക് മനസ്സിലാവും അപ്പൊ തന്നെ ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന്. ഇനി അത് നമുക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ ഒന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാം അവർക്ക് കാര്യം മനസ്സിലാവും. അല്ലെ, ഓരോ പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, സ്വഭാവങ്ങൾ, ഇതൊന്നും ദൈവം മറ്റുള്ളവരോടും അറിയത്തില്ല. മറ്റുള്ളവരിലൂടെ അടയാളങ്ങൾ കൊടുക്കും. അല്ലേ, ഇവിടെ ഇന്നത്തെ പ്രഭാതത്തെ ഹല്ലേലൂയ ആമേൻ നമ്മൾ ഉണർന്നിരിക്കുന്നവരാണോ? നമ്മൾ ജീവനുള്ളതെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവരാണ്. അത് ശരിക്കും ജീവൻ നമ്മളിലുണ്ടോ? ശരിക്കും നമ്മൾ ദൈവത്തിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ പറയും നമ്മൾ പോകുന്നിടത്തെല്ലാം പ്രകാശം പരത്തും. അപ്പൊ നമ്മളൊക്കെ എവിടെയൊക്കെ കുറവുകളുണ്ട്, നമ്മൾ എവിടെയൊക്കെ ഇനി ഉണരാനുണ്ട്, നമ്മൾ എവിടെയൊക്കെയോ പലതും ചാവാറായി കിടക്കണം എന്നല്ല, പല ശേഷിപ്പുകളും അത് നമ്മൾ ശക്തീകരിക്കാനുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങനെ ആയാൽ മാത്രമേ ദൈവത്തിന്റെ ദൈവം പറയുന്ന നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതാകത്തുള്ളൂ. ദൈവസനെ നമ്മുടെ ആരുടെയും പ്രവൃത്തി ഇപ്പൊ പൂർണ്ണതയുള്ളതല്ല. നമ്മളൊക്കെ വിചാരിക്കുക നമ്മൾ ഭയങ്കര പൂർണ്ണതയുള്ളവരാ, നമ്മൾ ഭയങ്കര വിശുദ്ധരാണെന്നൊക്കെ. ഇതൊക്കെ വെറും തോന്നലാ. നമ്മൾ പൂർണ്ണതയുള്ളവരാണെങ്കിൽ ലോകം കീഴ്മേൽ മറിയും.
ഹാലേലിയ. പൗലോസിനെ കുറിച്ച് ഹാലേലിയ. പൗലോസ് അവിടെ ചെന്ന സമയത്ത് ഹാലേലിയ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറയാ ഭൂലോകത്തെ കലക്കുന്നവർ ഇവിടെയും വന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുറിച്ച് ഭൂലോകത്തെന്നല്ല, ഒരു വീടിന് ഒരു ദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവസേന പൂർണ്ണതയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കണം ഈ ദിവസം മുതൽ. നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണത, ദൈവത്തിന്റെ ഹൃദയപ്രകാരം നമ്മൾ ആയി മാറണം. അതിന് എന്തൊക്കെയാണോ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്, അത് നമ്മൾ മാറ്റം വരുത്തണം. ഈ വർഷത്തിന്റെ 9 മാസം നമ്മുടെ ജീവിതത്തിൽ കഴിയാൻ പോവുക. ഇനി വെറും 3 മാസക്കാരെ നമ്മുടെ ജീവിതത്തിൽ മുൻപിലുള്ളൂ. ഹല്ലേലൂയ. 2024 നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ നമ്മൾ പ്രയോജനപ്പെട്ടു, ദൈവത്തിന് ഇഷ്ടപ്രകാരമായിരുന്നു നമ്മൾ ജീവിച്ചതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇല്ലെങ്കിൽ ഒരു 3 മാസം നമ്മുടെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഈ 3 മാസം കൊണ്ട് ഹല്ലേലൂയ 2024 നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ, നമുക്ക് ദൈവം തന്ന പ്രോമിസ് വീട് കൂടി ഒരു പൂർത്തിയായിട്ടില്ല. ദ ഇയർ ഓഫ് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൊയ്ത്തിന്റെ വർഷം. അത് ആത്മീയമായി ഭൗതികമായി 2 മേഖലയും കൊയ്ത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞ ഇതുവരെ അത് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലൊന്നും അത്രത്തോളം അത് വെളിപ്പെട്ടില്ല. എന്തുകൊണ്ട്? ദൈവം പെരുമ്പാക്ക് പറയത്തില്ല, ദൈവം ഫോഷ്ക്ക് പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഹല്ലേലൂയ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാരണം ദൈവമല്ല, നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ശോധന പലരും ഈ വർഷക്കാലം വാഗ്ദത്തം കേട്ടവരായി 2024 എന്ന് പറഞ്ഞ് ചില മാസങ്ങൾ പറഞ്ഞ്, ചില ദിവസങ്ങൾ ചില ഡേറ്റ് പറഞ്ഞ് ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് പല പ്രോമിസുകളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളവരാകണം. നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതാകണം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അതിനായിട്ട് നമ്മളെയൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഒരുങ്ങണം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന്, വചനത്തിന്റെ ശക്തിയോട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിനെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.